എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് ഒരു മുറി എങ്ങനെ വൃത്തികേടാക്കാം, അല്ലെ അത് കഴിഞ്ഞ് എങ്ങനെ വൃത്തിയാക്കാം എന്നുള്ളതാണ്. ഇതെന്റെ മോന്റെ മുറിയാണ്. മോൻ വൃത്തിയാക്കുമെങ്കിലും വല്ലപ്പോഴും ഒക്കെ വൃത്തിയാക്കി അടുക്കി ഒതുക്കി വെക്കുകയുള്ളൂ. പക്ഷേ മോൾ അതിന് നേരെ എതിരാണ്. അവർക്ക് എല്ലാം അടുക്കി പിറക്കി ഒതുക്കി വെക്കുന്നതിനോടാണ് പ്രിയം കൂടുതൽ. ഈ ഫോട്ടോ കാണുന്ന മോനും മോളും ചെറുതല്ല. ഇപ്പോൾ ഒരാൾ ബിടെക്കിലും ഒരാൾ 10ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. ഈ കാണുന്ന ഫോട്ടോയല്ല, ഇത് പനിനീർ റോസ. അപൂർവമായിട്ട് പലയിടത്തും ഈ റോസ് കാണുന്നുള്ളൂ. ഇത് ഞാൻ BSNL ഒരു ഓഫീസിൽ പോയപ്പോൾ കണ്ടപ്പോൾ കൗതുകം തോന്നി എടുത്തതാണ്. ഈ സ്റ്റഡി ടേബിളിന്റെ മേലെ വെച്ചിരിക്കുന്ന മോളുടെയും മോന്റെ ഫോട്ടോയാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ കണ്ടോ, എല്ലാം നീറ്റായിട്ട് അവൾ അടുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ അവൻ എണീച്ചുടനെ തന്നെ മടക്കി വെക്കാറും വിരിച്ചിടാറൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് വളരെ അപൂർവ സമയങ്ങളിൽ അങ്ങനെ വലിച്ചിട്ടിട്ട് പോകും. പക്ഷേ പുസ്തകമൊന്നും ഒതുക്കി വെക്കത്തില്ല. അത് അവൻ തന്നെ പറയാറുണ്ട്, എനിക്ക് പഠിക്കണമെങ്കിൽ മൂഡ് വരണമെങ്കിൽ പുസ്തകം തുറന്നിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ എന്ന്. അത് ചിലപ്പോൾ അവരുടെ സ്റ്റഡി ടേബിളിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലും അവന്റെ ബെഡിലും ഒക്കെ ഇങ്ങനെ കിടന്നാലേ പറ്റുള്ളൂ. പക്ഷേ അവൾക്ക് അത് കാണുമ്പോൾ ദേഷ്യം വരാറുണ്ട്. എന്നാലും അവൾ വീണ്ടും അടുക്കി പെറുക്കി വെക്കാറുണ്ട്. ഇതൊക്കെ ഒതുക്കി വെക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നാൽ അവൾക്ക് ഇഷ്ടമായി. പിന്നെ മോൾ ക്ലീൻ ചെയ്ത് പോയതിനു ശേഷം കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് എടുത്തു വെച്ചത്. അടുക്കും ചിട്ടയില്ലാതെ കിടന്ന മുറിയിൽ മിനിറ്റുകൾക്കുള്ളിൽ നീറ്റാക്കി വെച്ചപ്പോൾ തോന്നി കൗതുകം.